എന്താപ്പത് കാശി ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിലേക്ക് വന്നതാണ് കേട്ടോ. തുമ്പിമോളും മാമൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട്. ഇനിയെ ഞങ്ങളെ അമ്മേൻ്റെ തറവാട്ട് ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ വന്നത്. ഗുരുവായൂർ പോകുന്നുണ്ട് അടുത്ത ആഴ്ച. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗുരുവായൂർ പോണതിൻ്റെ മുന്നേ നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ വരണം എന്നൊക്കെയാണ് പറയാറ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൽ വന്നത്. പോരാത്തതിന് ഇന്ന് മാമൻ്റെ പേരിൽ ചുറ്റുവിളക്കും ഉണ്ട് ഇവിടെ. കാശിക്കുട്ടനാണെങ്കിൽ കണ്ടു അവിടെയുള്ള കൂറിയൊക്കെ തൊട്ട് നടക്കുകയാണ്. അമ്മ അവനെ കുറേ പിടിച്ചേക്കാനൊക്കെ നോക്കും. അവൻ അതിനൊന്നും കിട്ടൂല. ആളിങ്ങനെ കുലുങ്ങി നടക്കും. അത് കഴിഞ്ഞ് ഓരോരുത്തർ തൊഴാൻ പോകുമ്പോൾ അവരെ കൂടെ പോയി തൊഴും. അതുകൊണ്ട് നൈസായിട്ട് പോയി കുറി തൊടണം. അങ്ങനെ ഞങ്ങൾ വലൊക്കെ വെച്ച് കഴിഞ്ഞ് കാശിക്കുട്ടൻ എല്ലാവർക്കും കുറിയൊക്കെ തൊട്ടെടുക്കട്ടോ. അവന് നല്ല കളിയായപ്പോൾ അത് എൻ്റെ തുമ്പിക്കും എൽസിക്കും എല്ലാവർക്കും അവൻ കുറി ഇട്ടെടുക്കാം. 3 തരം കുറി ഉണ്ട്. അപ്പോൾ 3 കുറി എൽസമ്മക്ക് തൊട്ടെടുക്കാൻ വേണ്ടി എൽസിൻ്റെ ബാക്കിൽ പോവാണ് കേട്ടോ. അവനെ പിടിച്ച് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാനൊരു ഭാഗത്ത് നിൽക്കേനെ. അവൻ കളിച്ചോട്ടെ, കുട്ടികളെ പിടിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് അവൻ്റെ വയറ്റിൽ ഓടാൻ കഴിയും. താങ്ക് യു. അങ്ങനെ എനിക്ക് അവൻ കൂറിയൊക്കെ തൊട്ട് തന്ന് എൻ്റെ നെറ്റി കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാർ അവനോട് കൂറി തൊട്ട് തരാൻ പറഞ്ഞപ്പോൾ അവർക്കും ഇതാ ആള് കൂറിയൊക്കെ തൊട്ട് കൊടുക്കാൻ. കുറി കിട്ടിയില്ല, അതന്നെ വലിയ കാര്യം. അങ്ങനെ അവൻ അവിടെയുള്ള ഒരുവിധം എല്ലാവരും നെറ്റിലും കുറിയും കാര്യങ്ങളൊക്കെ തൊട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടോ. പക്ഷെ ആര്യമോൾക്ക് മാത്രം കുറി കിട്ടിയില്ല. അങ്ങനെ അവൾ നൈസായിട്ട് അവൻ്റെ അടുത്ത് പോയിരുന്ന് അവൻ കുറി തൊട്ട് തരുമോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ. പേപ്പറുകളൊക്കെ എന്തോ നാശം ഇതായി പോയി. 100 പോയി കാണിച്ചു. ആദ്യം അഭിഷേകം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ വീട് വിൽപ്പനയ്ക്ക് ആവുന്നല്ലോ, വഴിയില്ലാത്ത തുമ്പി കാശിക്കുട്ടൻ നോക്കി അതൊന്നും എടുക്കരുത്. ഒരു പൂ ചോദിച്ച് പൂക്കാലം കിട്ടിയെന്നുള്ള അവസ്ഥയായിട്ടോ. ഇപ്പോൾ അരിമോളം നെറ്റി കണ്ടില്ലേ, നല്ലപോലെ കുറി എല്ലാവരും അവൾക്ക് തൊട്ട് കൊടുത്ത്. ഇപ്പോൾ ഓരോരുത്തർ പോകാനൊക്കെ തുടങ്ങാൻ കേട്ടോ. അതൊക്കെ നോക്കി നടക്കുകയാണെ തുമ്പിമോളും കാശിക്കുട്ടനും നോക്കാൻ തുമ്പിമോളും ഉള്ളതുകൊണ്ട് എനിക്കൊരു ഭാഗത്ത് ഇരിക്കട്ടോ. അവനങ്ങനെ ചുറ്റിപ്പറ്റി നോക്കി നടന്നോളൂ കേട്ടോ. തലയില് വരെ മഴ പെയ്ത വെള്ളമൊക്കെ താഴെയുള്ളതുകൊണ്ട് കാശിക്കുട്ട അതൊക്കെ ചവിട്ടി തെറിപ്പിച്ചൊക്കെ നടക്കുകയാണ്. അങ്ങനെ അവൻ കുറച്ചു നേരം കളിക്കട്ടെ, നമുക്ക് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് സാവധാനം ഇറങ്ങാമെന്നൊക്കെ അമ്മ പറഞ്ഞുകൊണ്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. കാശിക്കുട്ടി നോക്കണേ എന്താ പറയുക, അവനെക്കുറിച്ച് ആരോ എന്തോ പറയുകയാണെന്നൊക്കെ അവന് മനസ്സിലായതുകൊണ്ട് അവരെ നോക്കണം. ഇപ്പം എല്ലാവരും പറയണത് അവന് നല്ലപോലെ മനസ്സിലാവും. അവരെന്താ വെച്ചാൽ എന്നെ കുറിച്ച് പറഞ്ഞോട്ടെ, ഞാൻ എൻ്റെ കളി കളിക്കുന്നുള്ള രീതിയിൽ അവൻ എന്നെ നോക്കി ചിരിച്ച് അവൻ്റെ കളികൾ കളിക്കാൻ കേട്ടോ. നല്ല കുറുമ്പുള്ള ചിരിയാണ് ആൾ എന്നിട്ട് നല്ല രസത്തിൽ അവിടെ നിന്ന് ഇങ്ങനെ കളിക്കാൻ കേട്ടോ. അപ്പോൾ അവൻ നല്ലപോലെ കളിക്കുകയാണ്. അപ്പോൾ പോകാനുള്ള സമയം കാര്യങ്ങളായി നമ്മൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഓട്ടോ വരെയുള്ള സമയമുണ്ട് കേട്ടോ. അങ്ങനെ പോവാൻ നേരത്ത് നമ്മളെല്ലാവരും തൊഴുതിറങ്ങാണ് കേട്ടോ. ഞാൻ തോന്നുന്നുണ്ട് തുമ്പിമോളും വന്ന് തൊഴുകയാണെങ്കിൽ കാശിക്കുട്ട അവൻ്റെ കുറി എടുക്കാൻ വരികയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം.